അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ പോവുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കറിക്ക് അരയ്ക്കാൻ പോവുക. അപ്പോൾ ആ മിക്സിയുടെ ജാറിലൊന്ന് കുറച്ച് നേരം ഒഴിച്ച് വെക്കാനാണ്. എപ്പോഴും അങ്ങനെ ചെയ്യാറ് കേട്ടോ. തിളപ്പിച്ച വെള്ളം ഒരു 1-2 മിനിറ്റ് നേരം ആ ബ്ലേഡ് മുങ്ങണ രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെക്കും. പിന്നെ അത് കഴുകി കളഞ്ഞിട്ട് അരയ്ക്കാനുള്ളത് എന്താണോ അത് ഇട്ട് അരയ്ക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര കഴുകിയാലും ചിലപ്പോൾ ആ ബ്ലേഡിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അവശിഷ്ടമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ കഴുകുന്നുണ്ടാവും, ഇല്ലയെന്നല്ല. എന്നാലും അതിനടിയിലൊക്കെ നമുക്കറിയില്ലല്ലോ, അതിൻ്റെ ചിലപ്പോൾ ഒരു എന്തെങ്കിലും കളർ വ്യത്യാസമുള്ള എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ അതിൻ്റെ അടപ്പും അതുപോലെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിതമായ ചൂടിൽ കേട്ടോ ഒന്ന് അതും കൂടി ഇതുപോലെ ഒന്ന് മുക്കി ഒന്ന് കഴുകി കളയും. എന്നിട്ടാട്ടോ അരയ്ക്കണത്. അപ്പോൾ അരച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ മോരൊഴിച്ച് കൂട്ടാനാണ് വെക്കണേ. അപ്പോൾ തൈരൊന്ന് അടിച്ചെടുക്കേണ്ട ജാറിൽ. അപ്പോൾ എങ്ങനെ പോയാലും അതിൻ്റെ അവശിഷ്ടം അതിലുണ്ടാവില്ല, ഒരു മെഴുക്കുമയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം, നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് നന്നായിട്ട് തേച്ച് വീണ്ടും അതുപോലെ തന്നെ തേച്ച് കമഴ്ത്തി വെച്ചാൽ മതിയാവും. പക്ഷേ എന്നും നമ്മൾ കറിക്ക് എടുക്കണേക്ക് മുമ്പ്, അതായത് അരയ്ക്കാൻ വേണ്ടി ജാർ എടുക്കണേക്ക് മുമ്പ് ഒന്ന് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അടപ്പിൻ്റെ വാഷറില്ലേ, അതും ഒന്ന് ഊരി ഒന്ന് ശരിക്കും ക്ലീൻ ചെയ്യാം. കാര്യം അടപ്പ് നമുക്ക് ചിലവർ ആ വാഷർ അങ്ങനെ തന്നെ വെച്ചേക്കും. അപ്പോൾ അതിലറിയാൻ പറ്റും കുറച്ച് ചെളിയൊക്കെ അതിൽ അടിയിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും, പായൽ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതും അതുപോലെ വാഷറൊക്കെ ഒന്ന് കഴുകി പ്രത്യേകം സെപ്പറേറ്റായിട്ട് കമഴ്ത്തി വയ്ക്കുക. കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ അല്ലേ, കുറച്ച് അതിൻ്റെ ആ കാറ്റോട്ടൊക്കെ കൊള്ളുമ്പോൾ. അതുകൊണ്ട് ജനലിൽ എപ്പോഴും ഇങ്ങനെ കേട്ടോ വെക്കാറ്. അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാർ എത്രത്തോളം സുരക്ഷിതമായിട്ട് ചെയ്യാമോ അതുപോലെ ചെയ്യാത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്കൊന്ന് ഒരു മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതി കേട്ടോ. അപ്പോൾ നാളെ വീണ്ടും കാണാം.